പൂരപ്രേമികൾ കാത്തിരിക്കുന്ന തൂതഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പൂര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 15 ആരംഭിച്ച ഉത്സവ ചടങ്ങുകൾ മെയ് 12 നടക്കുന്ന പ്രശസ്തമായ തൂതപ്പൂരത്തോടുകൂടി സമാപിക്കും. മെയ് 10 രാവിലെ പ്രത്യേക പൂജകൾക്ക് പുറമെ വൈകുന്നേരം കലാമണ്ഡലം കലാകാരന്മാരുടെ നൃത്തസന്ധ്യ, ദീപാരാധന, വേലവരവ്, ഭക്തിഗാനമേള എന്നിവ നടക്കും. തൂതപ്പൂരത്തിന്റെ തലേ ദിവസം നടക്കുന്ന കാളവേല വർണ്ണാഭമായ ചടങ്ങുകളാൽ സമ്പന്നമായിരിക്കും. രാവിലെ ആറാട്ടുമേളം, സംഗീതാർച്ചന എന്നിവ നടക്കും. വൈകുന്നേരം 5 മണി മുതൽ കാളവരവ് ആരംഭിക്കും. രാത്രി 10 മണിക്ക് കാളയിറക്കം, പഞ്ചവാദ്യം, തുടർന്ന് പുലർച്ചെ വരെ നീളുന്ന തായമ്പക, ആറാട്ട് എന്നിവയും ഉണ്ടാകും. മെയ് 12 വെള്ളവനാട്ടിലെ പ്രസിദ്ധമായ തൂതപ്പൂരം. ഉത്സവത്തിലെ ഏറ്റവും പ്രധാന ദിനമായ ചൊവ്വാഴ്ച രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് കേളി, തുടർന്ന് പ്രശസ്തമായ ഇലഞ്ഞിത്തറ മേളത്തിന്റെ മാതൃകയിൽ ചോറ്റാനിക്കര വിജയന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം, അകമ്പടി സേവിക്കുന്ന പൂരം എഴുന്നള്ളിപ്പ് നടക്കും. വൈകുന്നേരം 4 മണിക്ക് പൂരം പുറപ്പാടും, തുടർന്ന് പാർലൂർ നന്ദൻ എന്ന ഗജവീരൻ ഭഗവതിയുടെ തടംപേറ്റും. വിവിധ ദേശങ്ങളിൽ നിന്നും വരുന്ന പൂരങ്ങൾ A, B എന്നീ നിരകളിലായി അണിനിരക്കും. കുടമാറ്റവും നാഗത്തറമേളവും പൂരത്തിന്റെ മുഖ്യ ആകർഷണമാണ്. പൂരത്തിന് വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഭഗവതി ക്ഷേത്രത്തിലെ 2026 വർഷത്തെ പൂരാഘോഷങ്ങൾ കാളവേല പൂരം മെയ് 11, 12 തീയതികളിലായിട്ട് നടക്കുകയാണ്. പൂരാഘോഷത്തിന് വിപുലമായ തയ്യാറെടുപ്പുകളാണ് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഒരു മാസക്കാലമായി വിവിധങ്ങളായ കലാപരിപാടികൾ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലും എല്ലാ ദിവസവും തന്നെ ക്ഷേത്രത്തിൽ നല്ല രീതിയിൽ നടന്നു വരികയാണ്. വലിയ തിരക്കും വലിയ ജനങ്ങളുടെ പങ്കാളിത്തവും ഉത്സവവുമായി ബന്ധപ്പെട്ട് കൂടുതലുണ്ടായിട്ടുണ്ട്. അതിന് സമാപനം കുറിച്ചുകൊണ്ടാണ് ഇന്നലെ താലപ്പൊലി നടന്നു. ഇന്നും നാളെയും വേല, പ്രസിദ്ധമായ പഴയകാലത്ത് തന്നെ ആചാരം നടത്തിയിരുന്ന നായർവേല എന്ന് പറയുന്ന വേല ഇന്നും നാളെയും നടക്കുകയാണ്. തിങ്കളാഴ്ച കാളവേല. നിങ്ങൾക്കറിയാം, 50 ജോഡിയിലധികം വരുന്ന ഇണക്കാളുകൾ കാളക്കുന്നത്തും ക്ഷേത്രപ്പറമ്പിലുമായി അണിനിരന്നുകൊണ്ടാണ് കാളവേല നടക്കുന്നത്. കാളവേലയ്ക്ക് വിവിധ വാദ്യഘോഷങ്ങളും ഒക്കെ തന്നെ വിവിധ പ്രാദേശിക കമ്മിറ്റിയുടെ നേതൃത്വത്തിലും, അതിനോടൊപ്പം തന്നെ ചോറ്റാനിക്കര വിജയന്മാരുടെ നേതൃത്വത്തിലുള്ള മികച്ചൊരു പഞ്ചവാദ്യ സംഘത്തെ നിയോഗിച്ചുകൊണ്ടാണ് ആഘോഷ കമ്മിറ്റിയുടെ തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ളത്. കാളവേല നല്ല രീതിയിൽ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ആയിട്ടുണ്ട്. നമുക്കറിയാം, പ്രസിദ്ധമായ പൂരം 12-ാം തീയതിയാണ്. 12-ാം തീയതി കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി പൂരപ്രേമികളും ആനപ്രേമികളും വാദ്യപ്രേമികളും എല്ലാം ഒത്തൊരുമിക്കുന്ന ഒരു പൂരമായി തൂതപ്പൂരം മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ എല്ലാ തലയെടുപ്പുള്ള, നിലവിൽ എഴുന്നള്ളിക്കാൻ അനുമതിയുള്ള എല്ലാ തലയെടുപ്പുള്ള ആനകളും ക്ഷേത്രപ്പറമ്പിൽ എത്തുന്നുണ്ട്. അതുപോലെ വാദ്യലോകത്താണെന്ന് വെച്ചാൽ നമ്മൾ വിവിധ പ്രാദേശിക കമ്മിറ്റികൾക്ക് വിവിധ വലിയ മഹാന്മാരൊന്ന് കൂട്ടുന്നതോടൊപ്പം തന്നെ ക്ഷേത്രപ്പറമ്പിൽ നാഗത്തറ മേളം എന്ന പ്രസിദ്ധമായ മേളത്തിന് പെരുവനം കുട്ടന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത്. പൂരവും നല്ല രീതിയിൽ നടത്താൻ ആവശ്യമായ തയ്യാറെടുപ്പ് തട്ടകത്തും എല്ലാ ഭാഗത്തും വിവിധ കമ്മിറ്റികളും ആഘോഷ കമ്മിറ്റിയും തയ്യാറാക്കിയിട്ടുണ്ട്. 13 ഉച്ചയ്ക്ക് ആറാട്ടോടു കൂടിയാണ് ഈ വർഷത്തെ പൂരാഘോഷങ്ങൾ സമാപിക്കുക. മെയ് 13 ആറാട്ടോടുകൂടി ഈ വർഷത്തെ പൂരത്തിന് കൊടിയിറങ്ങും. വാർത്താ സമ്മേളനത്തിൽ പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് പി രാമചന്ദ്രൻ, സെക്രട്ടറി പി പ്രതീഷ്, വൈസ് പ്രസിഡന്റുമാരായ വി കൃഷ്ണദാസ്, സി അനന്തനാരായണൻ, ജോയിന്റ് സെക്രട്ടറിമാരായ വി പി സാജൻ, ടി പി അരുൺ എന്നിവർ പങ്കെടുത്തു. 60 ഡയമണ്ട് റിങ്ങുകൾ സമ്മാനമായി നൽകുന്ന കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആനിവേഴ്സറി ഓഫർ.
ആനിവേഴ്സറി ആഘോഷങ്ങൾ പ്രമാണിച്ച് ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെ കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് ഓരോ ദിവസവും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ഡയമണ്ട് റിംഗ് സമ്മാനം. കൂടാതെ ഓരോ പർച്ചേസിനോടൊപ്പവും ഒരു സർപ്രൈസ് സമ്മാനവും. 5% തുടങ്ങുന്ന അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, 2.5% തുടങ്ങുന്ന പണിക്കൂലി, സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ, മെഗാ എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ തുടങ്ങിയ മറ്റു ഓഫറുകളും. വേഗമാകട്ടെ, ഈ ഓഫറുകൾ മെയ് 31 വരെ മാത്രം. കവിത ഗോൾഡൻ ഡയമണ്ട്.